സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സമൂഹത്തിൽ സമാനമായതും വ്യത്യസ്തവുമായ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുമൂലം സമ്മർദ്ദങ്ങളും അനുഭവിക്കാറുണ്ട്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളും പ്രകടിപ്പിക്കാറില്ല, മറ്റുള്ളവരോട് പറയാറുമില്ല. അത് അവർ അവഗണിക്കുകയാണ് പതിവ്. വൈകാരികമായ പല പ്രശ്നങ്ങളും ആണുങ്ങൾ ഉള്ളിലൊതുക്കുകയാണ് ചെയ്യുന്നത്. ആണുങ്ങൾ കരയാൻ പാടില്ല, കരുത്തുള്ളവനാണ്, അവൻ മനോധൈര്യമുള്ളവനാണ് എന്നൊക്കെ ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ കേൾക്കുന്ന വാക്കുകൾ അവരുടെ മനസ്സിൽ വേരൂന്നുകയും അതുപോലെയാകാൻ ശ്രമിക്കുകയും അവർ ചെയ്യുന്നു. നാഷണൽ ഹെൽത്ത് സർവേ നടത്തിയ പഠനത്തിൽ 1% ആണുങ്ങൾ മാത്രമേ, പുരുഷന്മാർ മാത്രമേ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടുന്നുള്ളൂ എന്നാണ് പറയുന്നത് പഠനങ്ങൾ പറയുന്നത്. പലപ്പോഴും അവർ ഒറ്റപ്പെടുകയും മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പുരുഷന്മാർ അനുഭവിക്കുന്ന സാമൂഹികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കോൺഫ്ലിക്റ്റിംഗ് എക്സ്പെക്ടേഷൻ. പുരുഷന്മാർ ഇങ്ങനെയേ ആകാവൂ എന്ന് പണ്ട് മുതലേയുള്ള സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അവൻ ശക്തനും ധൈര്യശാലിയുമാണ്, അവന്റെ തന്റെ ഇടം ഒരിക്കലും ചോർന്നു പോകാൻ പാടില്ല, അവൻ ഒരിക്കലും തളരാൻ പാടില്ല, കാലിടറാൻ പാടില്ല, ഒരിക്കലും ആരുടെ മുന്നിലും പതറാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ വേരൂന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റാതെയോ വരുന്നു. അവിടെ അവൻ മാനസികമായി പലതരത്തിലുള്ള സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്നു. 2. നോട്ട് അലൗഡ് ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്. അവരുടെ വികാരങ്ങളെ ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന സമൂഹത്തിന്റെ ചിന്തയാണ്. ഒരിക്കലും ഒരു പുരുഷൻ കരയാൻ പാടില്ല, അവൻ കരയുന്നത് മോശമാണ് എന്നുള്ള ചിന്താഗതിയാണ്. മാനസികമായി വളരെയധികം വേദനയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായാൽ പോലും അവനെ കരയാൻ അനുവദിക്കാറില്ല. ആ വേദന അവർ ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കരച്ചിൽ എന്നത് ഏതൊരു ജീവിയുടെയും അടിസ്ഥാന ഭാവമാണ്. കരയുന്നതിലൂടെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണും എൻഡോർഫിനും പുറന്തള്ളപ്പെടുന്നു. അതിലൂടെ മാനസികമായി നല്ല ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു, റിലാക്സേഷൻ ഉണ്ടാവുന്നു. അത്തരം റിലാക്സേഷനാണ് കരയാതിരിക്കുന്നതിലൂടെ, വിഷമങ്ങളെ സപ്രസ് ചെയ്യുന്നതിലൂടെ അത്തരം റിലാക്സേഷൻ പുരുഷന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അവിടെ അവരുടെ സമ്മർദ്ദങ്ങൾ കൂടി വരുന്നു. 3. ജോബ് പ്രഷർ. പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിദേശങ്ങളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പലതരത്തിലുള്ള കമ്പനികളിലാണെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളിലാണെങ്കിലും പലതരത്തിലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതൊരിക്കലും അവർ കുടുംബത്തിലെ ഭാര്യയുമായോ മറ്റുള്ളവരുമായോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറില്ല. അത്തരം പ്രഷറുകൾ സുപ്പീരിയേഴ്സിന്റെയും കോവർക്കേഴ്സിനും ഇടയിലുള്ള പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങൾ കാണാതെ വരികയും ചെയ്യുമ്പോൾ മാനസികമായി അവർ സമ്മർദ്ദങ്ങളിലേക്ക് ഏർപ്പെടുന്നു. 4. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. പണ്ട് മുതലേയുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടും ചിന്തയും പ്രവർത്തനങ്ങളുമൊക്കെ പുരുഷന്മാരാണ് കുടുംബം നോക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലാണെങ്കിലും സമൂഹത്തിൽ ഇറങ്ങി നടക്കുകയാണെങ്കിലും പഠനം കഴിഞ്ഞാൽ ജോലിയായില്ലേ, കല്യാണമായില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. അത് തന്നെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പഠനം കഴിഞ്ഞ് വീട്ടിലിരുന്നാൽ ആരും ജോലിയായില്ലേ എന്നൊന്നും ചോദിക്കില്ല, മറിച്ച് വിവാഹമായില്ലേ എന്ന് ചോദിക്കുള്ളൂ. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജോലിയായില്ലേ, എന്താ ജോലിക്ക് പോകാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ നേരിടേണ്ടി വരുന്നത് അവന് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു. വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഒരു കുടുംബത്തിലെ പൂർണ്ണ ഉത്തരവാദിത്തം, സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തം പുരുഷന്റെ മേലായിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ശമ്പളം, കിട്ടുന്ന കൂലി
തികയാതെ വരുമ്പോൾ, ദിവസത്തെ ചെലവുകൾക്ക് തികയാതെ വരുമ്പോൾ, മറ്റു കാര്യങ്ങൾക്ക് തികയാതെ വരുമ്പോൾ, വീട്ടുകാര്യങ്ങൾക്ക് തികയാതെ വരുമ്പോഴെല്ലാം ലോൺ എടുക്കുവാനും മറ്റുള്ളവരോട് കടം വാങ്ങിക്കുകയും ചെയ്യേണ്ട ഗതികേടുണ്ടാവുകയും, എന്നാൽ അവ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വീട്ടുകാരുമായി ഷെയർ ചെയ്യുകയോ വൈഫുമായി ഷെയർ ചെയ്യുകയോ അതല്ലെങ്കിൽ ഫ്രണ്ട്സുമായി അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ചെയ്യാൻ പലപ്പോഴും പുരുഷന്മാർ മടി കാണിക്കുന്നു. 5. ലിമിറ്റഡ് ബോണ്ടിങ് വിത്ത് ചിൽഡ്രൻ. വിവാഹം കഴിഞ്ഞ പുരുഷന്മാരാണെങ്കിൽ പലപ്പോഴും പല കാരണങ്ങളാലും വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ഡൈവേഴ്സിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. അത്തരം കപ്പിൾസിന്റെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുമായി ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ കുട്ടികളുമായി ഒരു നല്ല ബോണ്ടിങ്, നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ കഴിയാതെ വരികയും ചിലപ്പോൾ അവരെ കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. 6. വൾണറബിലിറ്റി ടു ഫാൾസ് അക്യൂസിയേഷൻ. സമൂഹത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സ്ത്രീകളുമായി ഉണ്ടാവുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പലരുമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതവരെ തെറ്റായ രീതിയിലുള്ള പല പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും അവർ അതിൽ പെട്ടുപോവുകയും ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും അവർക്ക് മാനസികമായിട്ടുള്ള സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുന്ന എത്രയോ കേസുകൾ ഉണ്ടാകുന്നുണ്ട്. 7ാമത്തെ കാര്യം, നെഗ്ലക്ട് ഓഫ് ഹെൽത്ത്. പല ജോലി കാര്യങ്ങൾ മൂലവും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും കുടുംബ പ്രശ്നങ്ങൾ മൂലവും സ്വന്തം ആരോഗ്യവും സ്വന്തം മാനസികാരോഗ്യവും സ്വന്തം ശാരീരിക ആരോഗ്യം കെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പുരുഷന്മാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതവരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയും ശാരീരികമായ പല അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. 8. അഡിക്ഷൻ ആസ് എ കോപ്പിംഗ് മെക്കാനിസം. ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ പുരുഷൻ കടന്നു പോകുമ്പോൾ അതിനുള്ള പരിഹാരമായി, അതിനുള്ള ഒരു സമാധാനത്തിനുള്ള സന്തോഷത്തിനുള്ള ഒരു പരിഹാരമായിട്ട് അവൻ പലപ്പോഴും പുകവലിയിലും മദ്യപാനത്തിലേക്കും നീങ്ങാറുണ്ട്. അത് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ലാക്ക് ഓഫ് ഫാമിലി ഇന്റിമസി. ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുടുംബത്തിൽ നല്ലൊരു സ്നേഹവും സംതൃപ്തവും അറ്റാച്ച്മെന്റുമുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അവിടെ പുരുഷൻ എപ്പോഴും സന്തോഷവാനായിരിക്കും. എന്നാൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും, അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സിബ്ലിങ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ജോബ് പ്രഷറിന് പുറമെ ഉണ്ടാവുമ്പോൾ അത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. 11. ഹെസിറ്റേഷൻ ടു സീക്ക് ഹെൽപ്പ്. എന്ത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളിലും ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ സഹായം തേടാതിരിക്കുകയും പ്രശ്നപരിഹാരത്തിന് മറ്റുള്ളവരുടെ സഹായം തേടാതിരിക്കുകയും ചെയ്യുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നത് മോശമാണ് എന്ന് കരുതുമ്പോൾ അത് മാനസികമായ അത് ഉള്ളിലൊതുക്കി പുറത്തേക്ക് പ്രകടമാക്കാതെ വരുമ്പോൾ അത് മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. 12. ഇൻസ്റ്റെബിലിറ്റി ടു റിലേഷൻഷിപ്പ്. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ജോലിയിലെ അസ്ഥിരത അല്ലെങ്കിൽ ജോലിഭാരം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ എന്നിവ മൂലം പലപ്പോഴും ഫ്രണ്ട്സുമായോ കുടുംബക്കാരുമായോ ഒത്തുചേരുവാനോ അവരുമായി സംസാരിക്കുവാനോ എന്തെങ്കിലും ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുവാനോ പോകുവാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. അതും മാനസികമായി എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ലല്ലോ, അവരുമായി സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, ആ വിവാഹത്തിന് പോകാൻ പറ്റിയില്ലല്ലോ, ആ ഫംഗ്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ അവന്റെ മനസ്സിനെ സമ്മർദ്ദമുണ്ടാക്കാറുണ്ട്. 13. ലാക്ക് ഓഫ് പോസിറ്റീവ് റോൾ മോഡൽ. ഒരുപാട് പ്രശ്നങ്ങൾ മൂലം, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാരന്റ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മൂലം
പലപ്പോഴും മദ്യത്തിലേക്ക് പോവുകയും പുകവലിയിലേക്ക് പോവുകയും ആകെക്കൂടെ അസ്ഥിരമായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. ആ സമയത്ത് എനിക്ക് നല്ലൊരു റോൾ മോഡൽ ആകാൻ പറ്റുന്നില്ലല്ലോ, എന്റെ കുടുംബത്തിന് എനിക്ക് നല്ലൊരു റോൾ മോഡൽ ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയും പുരുഷന്മാരെ സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, സങ്കടം വന്നാൽ നിങ്ങൾ കരയുക, ഉറക്കെ ഉറക്കെ പൊട്ടിക്കരയുക. കരയുക എന്നത് മോശമായ ഒരു കാര്യമല്ല. നിങ്ങൾ ഭീരുവായതുകൊണ്ടല്ല നിങ്ങൾ കരയുന്നത്. പക്ഷെ കരയുന്നത് കരയുന്നത് മൂലം നിങ്ങളുടെ മനസ്സിന് റിലാക്സേഷൻ ഉണ്ടാക്കുവാനും അത് നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യുവാനും ഉപകരിക്കുന്നു. കരച്ചിൽ നിങ്ങളുടെ വേദനയെ ഇല്ലാതാക്കുന്നു, അത് നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യുന്നു. കരച്ചിൽ നിങ്ങളെ ഭീരുവാക്കുകയല്ല, കരയുന്നത് കൊണ്ട് നിങ്ങൾ ഭീരുവാകുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ മനസ്സിന് കരുത്തും ഊർജവും നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സങ്കടം വന്നാൽ കരയാൻ ഒരിക്കലും മടിക്കരുത്. ടേക്ക് കെയർ.